الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹനിറഞ്ഞ സത്യവിശ്വാസിനി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുന്നത്. يقول الله عز وجل قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم. അല്ലാഹുവിന്റെ റസൂലെ സത്യവിശ്വാസികളോട് താങ്കൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അഥവാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം, പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളിപ്പോഴുള്ള ഈ ശഅബാൻ മാസം, പരിശുദ്ധ റമദാനിന്റെ തൊട്ടു മുന്നോടിയായുള്ള മാസം, ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. عن أسامة بن زيد رضي الله عنهما قال قلت يا رسول الله لم أرك تصوم من شهر من الشهور ما تصوم من شعبان. أسامة بن زيد رضي الله عنه نبي كريم صلى الله عليه وسلم പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ശഅബാൻ മാസത്തിൽ താങ്കൾ സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നത് മറ്റു മാസങ്ങളിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണ്? فقال النبي صلى الله عليه وسلم ذلك شهر يغفل الناس عنه بين رجب ورمضان. അങ്ങേയറ്റം പ്രാധാന്യമുള്ള 2 മാസങ്ങൾക്കിടയിൽ വരുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ ഒന്ന് അങ്ങേയറ്റം പവിത്രമായ റജബ് മാസവും നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പരിശുദ്ധ റമദാൻ മാസവും. ഈ 2 മാസങ്ങൾക്കിടയിലായി വരുന്ന ഒരു സാധാരണ മാസം എന്നുള്ള നിലയ്ക്ക് ആളുകൾ ശഅബാനിന്റെ പ്രാധാന്യം അത്ര
ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് കൂടിയാണ് ആ മാസത്തിൽ ഞാൻ ധാരാളമായി സുന്നത്ത് നോമ്പ് എടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഹുവ ശഹ്റുൻ, ആ മാസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, തുർഫഉ ഫീഹി അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ റബ്ബിലേക്ക് വിശ്വാസികളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. വിശ്വാസികളുടെ അമലുകൾ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അങ്ങനെ വാർഷികമായി അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ മാസത്തിൽ ധാരാളമായി ഞാൻ നോമ്പെടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പാഠമാണ് أي مما يستفاد من هذا الحديث أن فيه استحباب عمارة أوقات غفلة الناس للطاعة. ആളുകളെല്ലാവരും ഇബാദത്തിൽ നിന്ന് അശ്രദ്ധരായി പോയി അത്ര തന്നെ ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത സമയത്ത് നമ്മൾ ഇബാദത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അങ്ങേയറ്റം പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ മാസത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. അത്രമാത്രം പ്രാധാന്യമുള്ള റമദാനും മുഹറമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലൊന്നായ റജബും അവക്കിടയിൽ വരുന്നതുകൊണ്ട് ആളുകൾ അത്ര പ്രാധാന്യം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. അങ്ങനെ ആളുകൾ അശ്രദ്ധരായി തീരുന്ന ഒരു മാസം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ മാസത്തിൽ അശ്രദ്ധരാവരുത് എന്ന അർത്ഥത്തിലാണ് ഞാൻ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല عن معقل بن يسار رضي الله عنه أن رسول الله صلى الله عليه وسلم قال العبادة في الهرج كهجرة إلي رواه الإمام مسلم. ആളുകളെല്ലാവരും അശ്രദ്ധരായി തീരുമ്പോ, ഫിത്നകളും തിന്മകളും വർദ്ധിക്കുമ്പോ, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് മുഖലിസായി റബ്ബിനെ അവൻ അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച ആരാധനകൾ നിർവഹിച്ച ഒരു മുത്തഖിയായി അവൻ ജീവിക്കുന്നുവെങ്കിൽ അത് ഹിജ്റ പോകുന്നത് പോലെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹിജ്റ പോകുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അതുപോലെയാണ് ആളുകൾ അശ്രദ്ധരാകുന്ന സമയത്ത്, ഫിത്ന വർദ്ധിക്കുന്ന സമയത്ത് ഒരാൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച ഇബാദത്തുകൾ ചെയ്ത് തന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല كان نبينا صلى الله عليه وسلم يحرص على الصيام في شهر شعبان ويحث عليه. فعن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يصوم حتى نقول لا يفطر ويفطر حتى نقول لا يصوم فما رأيت رسول الله صلى الله عليه وسلم استكمل صيام شهر إلا رمضان وما رأيته أكثر صياما منه في شعبان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ സുന്നത്ത് നോമ്പ് തുടർച്ചയായി എടുക്കും. അപ്പോൾ ഞങ്ങൾ പറയും, ഇനി അല്ലാഹുവിന്റെ റസൂൽ നോമ്പൊന്നും ഉപേക്ഷിക്കുകയില്ല, എല്ലാ ദിവസവും അങ്ങോട്ട് നോമ്പെടുക്കുമെന്ന് ഞങ്ങൾ പറയും. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾ പറയും, ഇനി ഒരു പക്ഷേ ഇനി അങ്ങോട്ട് സുന്നത്ത് നോമ്പുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുമായിരിക്കില്ല. അങ്ങനെ ഞങ്ങൾ പറയുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെയാണ് പൂർണ്ണമായി ഒരു മാസം നോമ്പെടുത്തത് പരിശുദ്ധ റമദാനല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അതോടൊപ്പം ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ പരിശ്രമിക്കാറുണ്ടായിരുന്ന ഒരു മാസം അത് ശഅബാൻ മാസവുമാണ് എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ശഅബാൻ മാസം ആദ്യം മുതൽക്ക് നോമ്പെടുത്ത് വരുന്നവർക്കാണ് പിന്നീട് തുടർന്നും ശഅബാനിന്റെ പാതി മുതൽക്ക് നോമ്പെടുക്കാൻ അനുവാദമുള്ളത്. ശഅബാനിന്റെ ആദ്യം മുതൽക്ക് നോമ്പെടുത്ത് വരാത്തവർക്ക് ശഅബാൻ പാതി പിന്നിട്ടാൽ പിന്നെ നോമ്പെടുക്കാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
أبو هريرة رضي الله عنه ذكر عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا بقي نصف من شعبان فلا تصوموه أي إذا كان الرجل لم يتعود على صيامه من بداية شعبان فلا يصوم من نصفها ഒരാൾ ഷഅബാൻ ആദ്യം മുതൽക്ക് നോമ്പെടുത്ത് തുടങ്ങിയില്ല എങ്കിൽ പിന്നെ ഷഅബാൻ പകുതി എത്തുമ്പോൾ മാത്രം ഒരു നോമ്പ്, അങ്ങനെ ഒരു നോമ്പില്ല. ഈ ഹദീസിൽ നിന്ന് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ചില ആളുകൾ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ഷഅബാൻ 15 മാത്രം ഒരു നോമ്പ്. നമ്മുടെ നാട്ടിൽ പോലും ജീവിച്ച് മരിച്ചു പോയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷഅബാൻ 15 മാത്രമായി നോമ്പെടുക്കൽ ബിദ്അത്താണ്. കാരണം രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 13, 14, 15 ചേർത്ത് 3 ദിവസങ്ങളും അയ്യാമുൽ ബീദിന്റെ ദിവസമാണ് സുന്നത്തിന്റെ നോമ്പുകളാണ്. അത് നോമ്പെടുക്കാത്ത മനുഷ്യൻ ഇനി ഷഅബാൻ ആദ്യം തൊട്ട് നോമ്പ് നോക്കുന്നതെങ്കിൽ ഷഅബാനിൽ ധാരാളമായി ദിവസങ്ങൾ നോമ്പെടുക്കാം, അതും നോമ്പ് നോൽക്കാത്ത മനുഷ്യൻ 15 മാത്രം അന്ന് ബറാഅത്താണ് എന്ന് പറഞ്ഞ് നോമ്പ് നോൽക്കുന്നതിൽ ഒരു തെളിവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് ബിദ്അത്താണ് എന്ന് പ്രഗത്ഭരായ ഇമാമികൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ഹദീസിനെതിരാണ് ഷഅബാൻ ആദ്യം മുതൽക്ക് നോമ്പെടുക്കാത്ത ആളുകൾ അതിന്റെ പാതി എത്തിയാൽ പിന്നീട് ഷഅബാനിൽ നിന്ന് നോമ്പ് പിടിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരുമാണ് ആ പ്രവർത്തനം. അതുകൊണ്ടാണ് ഈ ഹദീസ് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا بقي نصف من شعبان فلا تصوموه. ഒരാൾ ആദ്യം നോമ്പെടുത്തില്ല, അയ്യാമുൽ ബീദിന്റെ ദിവസമൊന്നും നോമ്പെടുത്തില്ല. ഈ മറ്റൊരു വിഷയം കൂടി പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം ബറാഅത്ത് നോമ്പാണ് എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കൽ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം മാത്രമായി നിങ്ങൾ നോമ്പ് പിടിക്കാൻ പാടില്ല. അപ്പൊ എത്ര മുഖാലഫത്തായി? 3 മുഖാലഫത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് 3 അർത്ഥത്തിൽ ഒരാൾ എത്തി നിൽക്കുന്നതാകും. ഒന്ന്, വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് പിടിക്കാൻ പാടില്ല, സുന്നത്ത് നോമ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷഅബാൻ ആദ്യം മുതൽക്ക് നോച്ചു വരുന്ന ഒരാൾക്കല്ലാതെ ഷഅബാൻ പാതിയെത്തിയാൽ പിന്നീട് നോമ്പില്ല. മൂന്നാമത്തെ കാര്യം അയ്യാമുൽ ബീദിന്റെ ദിവസമടക്കം 13, 14, 15 നോമ്പ് നോൽക്കാനുള്ള അവസരം ഉണ്ടായിട്ടും നോൽക്കാത്ത വ്യക്തി 15 മാത്രം നോൽക്കുക എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നന്മയാണ് എന്ന് കരുതിക്കൊണ്ട് എന്തും ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കാത്തൊരു കാര്യം ദീനിന്റെ പേരിൽ ഒരാൾ അനുഷ്ഠിച്ചാൽ അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തതാണെങ്കിൽ ഫഹുവ റദ്ദുൻ ഐ മർദൂദുൻ അലൈഹി, അത് അവന്റെ മേൽ ശിക്ഷയായി ഭവിക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. اللهم سوشيشور تقوى يومكم ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. കുവൈത്തിലെ നിസാമുൽ ഔഖാഫ് വശൂറുൽ ഇസ്ലാമി ഇവിടുത്തെ പള്ളികളിൽ ഖുതുബക്കായി നൽകിയ നോട്ടിൽ വന്നൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. أنه لم يثبت في السنة الصحيحة تخصيص ليلة النصف من شعبان بقيام ولا نهارها بصيام، وينبغي على من كان عليه قضاء من رمضان مما مضى أن يبادر إلى القضاء. أما أنه لم يثبت في السنة الصحيحة
تخصيص ليلة النصف من شعبان بقيام ولا نهارها بصيام. ഷഅബാൻ മാസത്തിലെ 15 അന്ന് രാത്രിയിൽ പ്രത്യേകമായ നമസ്കാരം. മുമ്പ് നമ്മൾ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് ഇമാം നബിയുടെ ഉദ്ധരണി നമ്മൾ ഫത്വയിൽ മനസ്സിലാക്കിയതാണ്. ഷഅബാൻ മാസത്തിൽ ചില ആളുകൾ ഷഅബാൻ 15 അന്ന് രാത്രിയിൽ ചില പ്രത്യേക നിസ്കാരം ബിദ്അത്താനി മുൻകറത്താനി അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ബിദ്അത്ത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി വ്യക്തമാക്കുകയാണ്, സ്വഹീഹായ ഒരു സുന്നത്തിലും ഷഅബാൻ 15 രാവിൽ പ്രത്യേകമായ ഒരു നമസ്കാരം, വലാ നഹാരിഹാ ബിസിയാമി 15 അന്ന് പകൽ സമയത്ത് പ്രത്യേകമായ ഒരു നോമ്പോ അത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വഹീഹായ ഒരു ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ഏതിലാണ് വന്നത് അത് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രചരിക്കപ്പെടുന്ന ഒരു ഹദീസ്, إذا كانت ليلة النصف من شعبان فقوموا ليلها وصوموا نهارها وهذا الحديث حديث موضوع. الله ഷഅബാൻ 15 ആണെങ്കിൽ നിങ്ങൾ അതിന്റെ രാത്രി നിസ്കരിക്കുകയും അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതായ ഹദീസ് ഇമാമികൾ മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കെട്ടിച്ചമക്കപ്പെട്ട കളവായി അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ രേഖപ്പെടുത്തപ്പെട്ട മൗദൂആയ ഹദീസുകളുടെ കൂട്ടത്തിലാണ്. ദഈഫ് അല്ല, ഇതിന്റെ അപ്പുറത്തുള്ളതാണ് മൗദൂഅ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ ആലോചിച്ചു, ആശുറ നോൽക്കുന്ന, അറഫ നോൽക്കുന്ന, തിങ്കളാഴ്ച നോൽക്കുന്ന, വ്യാഴാഴ്ച നോൽക്കുന്ന, അയ്യാമുൽ ബീദ് നോൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷഅബാൻ 15 അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നോമ്പാതെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നോൽക്കുന്നതിൽ എന്താ പ്രയാസം? പക്ഷെ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന അടിസ്ഥാന നിയമം പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇത്ര ശക്തമായി വിശദമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിന് അനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. امين 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 برحمتك يا ارحم الراحمين.